എടാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് പഠിച്ചാലോ. ഇതിൽ ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ട്. ആ ഇക്വേഷൻസ് എവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദിസ് ചാപ്റ്റർ ഈസ് പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ഓരോ ഇക്വേഷൻസും പറയും, അതെവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും പറയും. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് മാറും. റെഡിയാണേ? ഫസ്റ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അതായത് ഈ ചാപ്റ്ററിൽ മൊത്തം കോർഡിനേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എൻ്റെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റും ബി എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്. ഇത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് x1 y1 എയുടെ പോയിന്റ്, ബിയുടെ കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തത് x2 y2 എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x1 y1, ബിയുടേത് x2 y2. അങ്ങനെയാണെങ്കിൽ ഈ എ മുതൽ ബി വരെയുള്ള ഈ ഒരു നീളല്ലേ, ഈ ഒരു ലെങ്ത്, ഈ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ആദ്യത്തെ ഇക്വേഷൻ പഠിച്ചു വെക്കുക, x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. എങ്ങനെയാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക? ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ചോദ്യങ്ങൾ വരാം. ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 1, 3 ആൻഡ് 5, 6. സിമ്പിൾ കാര്യം. അതായത് നമുക്കൊരു ലൈന് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 1, 3 ഉണ്ട്, 5, 6 ഉണ്ട്. ഞാൻ ആ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് വിചാരിച്ചു. 1, 3 എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്, 5, 6 എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നിന് x1 y1 കൊടുക്കുക, രണ്ടാമത്തേന് x2 y2. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ എ മുതൽ ബി വരെയാണെന്നും എടുത്തു. എ ബി എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുക? ദാ ഈ ഇക്വേഷൻ, x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. x2 5 അല്ലേ, x1 1 അല്ലേ, അപ്പോൾ ദാ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. y2 6 അല്ലേ, y1 3 അല്ലേ, അപ്പോൾ 6 മൈനസ് 3 ഹോൾ സ്ക്വയർ. എന്നിട്ട് ഈ കിട്ടുന്ന സംഭവത്തിൻ്റെ റൂട്ടും കൂടി എടുത്താൽ മതി. 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 ആണ്, 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. അപ്പോൾ 16 പ്ലസ് 9, 16 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ റൂട്ട് 25 എന്ന് കിട്ടും. റൂട്ട് 25 നമുക്കറിയാം 5 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് വെറുതെ ഞാൻ ആ യൂണിറ്റ് ഒന്നും കൂടിയും കൊടുത്തു. എന്തോ ഒരു യൂണിറ്റ് ഉണ്ടാവും, യൂണിറ്റ് ഒന്നും കൂടി കൊടുത്തു. എത്ര ഈസിയാണ് നോക്ക് നിങ്ങൾ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഈസി. രണ്ടാമത്തെ കാര്യം, മിഡ് പോയിന്റ് ഫോർമുല. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പോയിന്റ് x1 y1 രണ്ടാമത്തെ പോയിന്റ് x2 y2 ആണെങ്കിൽ ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്യുന്ന ആ ലൈനിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് നമുക്ക് കറക്റ്റ് മിഡ് പോയിന്റ്, ഈ മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ഇത് വളരെ സിമ്പിളാണ്. മിഡ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം കറക്റ്റ് നടുവിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഫോർമുല നോട്ട് ചെയ്ത് വെക്കണേ. എക്സ് കോർഡിനേറ്റുകൾ രണ്ടും, അതായത് x1 x2 ആഡ് ചെയ്യുക, x1 പ്ലസ് x2 അതിൻ്റെ പകുതിയാണ്, കോമ y കോർഡിനേറ്റുകൾ രണ്ടും ആഡ് ചെയ്യുക, അതിൻ്റെ പകുതിയാണ് x1 പ്ലസ് x2/2, കോമ y1 പ്ലസ് y2/2. രണ്ടാമത്തത് ഇതിൻ്റെ ചോദ്യം നോക്ക് നിങ്ങൾ. ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 1, 5 ആൻഡ് 3, 3. അപ്പോൾ നമ്മുടെ കയ്യിൽ നോക്ക് നിങ്ങൾ, വളരെ സിമ്പിളായിട്ട് 1, 5, 3, 3 എന്ന് പറയുന്ന രണ്ട് പോയിന്റുകളുണ്ട്. ഒന്ന് 1, 5, രണ്ടാമത്തത് 3, 3. ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം? നിങ്ങൾക്ക് എന്ത് ചോദ്യം കിട്ടിയാലും നിങ്ങൾ x1, y1 എന്ന് നിങ്ങളുടെ പോയിന്റുകൾ കൊടുക്കുക, രണ്ടാമത്തേന് x2, y2 എന്ന് കൊടുക്കുക. മിഡ് പോയിന്റ് കാണാനുള്ള ഫോർമുല നിങ്ങൾ അവിടെ പഠിച്ചില്ലേ? എങ്ങനെയായിരുന്നു മിഡ് പോയിന്റ് കാണുക? മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ രണ്ട് കോർഡിനേറ്റും, അതായത് ആദ്യം വരുന്ന രണ്ടും കൂടി ആഡ് ചെയ്യുക, അതിൻ്റെ ഹാഫ്. y കോർഡിനേറ്റുകൾ രണ്ടും കൂടി ആഡ് ചെയ്യുക, അതിൻ്റെ ഹാഫ്. നോക്ക്, 5 + 3/2. 1 + 3 എന്ന് പറഞ്ഞാൽ 4 അല്ലേ, 4/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കിട്ടും. 5 + 3 എന്ന് പറഞ്ഞാൽ 8 അല്ലേ, 8/2 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഈ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 2, 4. അതിൻ്റെ കോർഡിനേറ്റ് ഈസി. റെഡിയാണ്? രണ്ടാമത്തെ ഫോർമുല പഠിച്ചു. മൂന്നാമത്തത്, ഇത് മുതലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. മൂന്നാമത്തതാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. എടാ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു ലൈന് തന്നു, ആ ലൈനിലെ രണ്ട് പോയിന്റ്സ് x1 y1 x2 y2 തന്നിട്ടുണ്ടെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചരിവ്, ആ ലൈനിൻ്റെ ഒരു സ്ലോപ്പ് ഉണ്ടാകും. ആ സ്ലോപ്പ് നമ്മൾ പറയുന്നത് m എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. m ഈക്വൽ ടു ഇക്വേഷൻ എന്താ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. മാറിപ്പോവരുത്. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഈസി. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. എങ്ങനെ ഇതിൻ്റെ ചോദ്യം വരിക? നോക്ക്, ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ലൈൻ ജോയിനിങ് പോയിന്റ്സ് 1, 3 ആൻഡ് 5, 4. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആദ്യത്തതിന് x1, y1 എന്ന് കൊടുക്കുക. രണ്ടാമത്തത് അങ്ങനെയാണെങ്കിൽ x2, y2 ആയിരിക്കുമല്ലോ. ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് നമ്മൾ m ഈക്വൽ ടു നമ്മൾ പഠിച്ചത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. നിങ്ങളുടെ y2 എന്താ നോക്കും? y2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മൈനസ് y1 എന്താ നോക്ക്? y1 എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ x2 എന്താ നോക്ക്? 5 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താ? 1
4 - 3 എന്ന് പറഞ്ഞാൽ 1 ബൈ 5 - 1 എന്ന് പറഞ്ഞാൽ 4. ഇതിനി സിംപ്ലിഫൈ ചെയ്യാനില്ല. അപ്പോൾ ദാ ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1/4. വെരി ഈസി, അതും കഴിഞ്ഞു. ഇനി ഇതേ സ്ലോപ്പ് തന്നെ വേറൊരു രീതിയിലും ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണ്? എടാ നമ്മളിപ്പോൾ ഇത് എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ് പോകുന്നുണ്ട്, ഇത് വൈ ആക്സിസ് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ലൈൻ എങ്ങനെയെങ്കിലും പോകുന്നുണ്ടെന്ന് വിചാരിച്ചു. ആ ലൈന് പ്രത്യേകം ശ്രദ്ധിക്കണേ, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, അതായത് ഇങ്ങോട്ടേക്ക് വലത്തോട്ടാണ് പോസിറ്റീവ്, ഇങ്ങോട്ടേക്കാണ് നെഗറ്റീവ്. ഈ പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതാ നോക്ക്, ഈ ലൈന് എക്സ് ആക്സിസുമായിട്ട് പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ m = tan തീറ്റ. എന്താണ്? m = tan തീറ്റ. വെരി സിമ്പിൾ കാര്യം. അങ്ങനെയാണ് ഈ ഒരു ചോദ്യം നോക്ക്. ഈ ലൈന്, റെഡ് ലൈന്, ഇതാണ് നമ്മുടെ ഗിവൺ ലൈന്. ഈ ലൈന് പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര? 45. അങ്ങനെയാണ് സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് m = tan തീറ്റ. ടാൻ തീറ്റ, ഇവിടെ തീറ്റ ആയിട്ട് ആ ആംഗിൾ എത്രയാടാ? 45. tan 45ൻ്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ നോക്ക്, ഈ ലൈനിൻ്റെ സ്ലോപ്പ് എത്രയാണ്? 1. വെരി സിമ്പിൾ. അപ്പോൾ സ്ലോപ്പിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഓക്കെയാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം, ബോക്സിലുള്ള ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു നിങ്ങളോട്. ഇങ്ങനെ രണ്ട് ലൈൻസ്, ഒന്ന് താഴെ ഒന്നിങ്ങനെ കുത്തനെ. ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണെങ്കിൽ വെരി സിമ്പിൾ, ആദ്യത്തതിൻ്റെ സ്ലോപ്പ് m1ഉം രണ്ടാമത്തതിൻ്റെ സ്ലോപ്പ് m2 ആണെങ്കിൽ ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ദെൻ m1 × m2, അതായത് രണ്ട് ലൈനിൻ്റെയും സ്ലോപ്പുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് -1 ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ദെൻ m1 × m2 = -1. ആദ്യത്തതിൻ്റെ സ്ലോപ്പ് m1, രണ്ടാമത്തതിൻ്റെത് m2. m1 × m2 -1 ആയിരിക്കും. അതേപോലെ തന്നെ രണ്ട് ലൈൻസ് ഇതേപോലെ പാരലൽ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസിൻ്റെയും ആദ്യത്തതിൻ്റെ സ്ലോപ്പ് m1ഉം രണ്ടാമത്തതിൻ്റെ സ്ലോപ്പ് m2ഉം സെയിം ആയിരിക്കും, ഈക്വൽ. m1 = m2. അപ്പോൾ രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ സ്ലോപ്സ് ആർ സെയിം, രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 × m2 = -1. ക്ലിയർ? ഈസി കാര്യമാണ്. അടുത്തത് നോക്കിക്കോ. ഇങ്ങനൊരു സംഭവം, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്, ഇങ്ങനെ ചോദ്യം ഉണ്ടാകാറുണ്ട്. ഇത് ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ്. രണ്ട് ലൈൻസ്, ആദ്യത്തെ ലൈൻ്റെ സ്ലോപ്പ് m1ഉം രണ്ടാമത്തത് ലൈൻ്റെ സ്ലോപ്പ് m2ഉം തന്നു. എന്നിട്ട് ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ ചോദിച്ചു. അങ്ങനെയാണ് അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? വെരി സിമ്പിൾ. നോക്കണേ, ഈ രണ്ട് ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ തീറ്റയുടെ ടാൻ എന്ന് പറയുന്നത് ടാൻ തീറ്റ = m2 - m1 / 1 + m1 m2. ടാൻ തീറ്റ = ഒരു മോഡുലസ് ഉണ്ട്, മോഡുലസ് ഓഫ് m2 - m1 / 1 + m1 m2. ചോദ്യം ക്ലിയർ ആണ്? അല്ല സോറി, കാര്യം ക്ലിയർ ആണ്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് ഹൂസ് സ്ലോപ്സ് ആർ, അതായത് ആദ്യത്തതിൻ്റെ സ്ലോപ്പിന് m1നെ ഞാൻ 1/2 എന്ന് കൊടുത്തു, m1 = 1/2, m2 = 3 എന്നും കൊടുത്തു. അപ്പോൾ രണ്ട് ലൈനിൻ്റെ സ്ലോപ്പും കിട്ടി നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ നോക്ക്. ടാൻ തീറ്റ = ഈ ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്തു. m1 - m2 അല്ലെങ്കിൽ m2 - m1. m2 3 അല്ലേ, 3 - m1 1/2 അല്ലേ, ഡിവൈഡഡ് ബൈ 1 + m1 × m2. m1 എന്താടാ? 1/2. അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം, m1 1/2, m2 എന്താ? 3. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതാദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 2 6, 6 - 1/2 എന്ന് വരും, ഓൾ ഡിവൈഡഡ് ബൈ ഇത് 1 + 1 × 3 3, 3/2 എന്നാണ് വരിക. ഒന്നുകൂടി ഉഷാറാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 6 - 1 5, അപ്പോൾ 5/2 ഡിവൈഡഡ് ബൈ 1 × 2 2, 2 + 3 ഓൾ ഡിവൈഡഡ് ബൈ ഇത് 2 എന്നല്ലേ കിട്ടുക? 2. ഓക്കെ, ശ്രദ്ധിച്ചോ. വിച്ച് ഈസ് ഈക്വൽ ടു മുകളിൽ 5/2, അതെ, ഡിനോമിനേറ്ററിൽ 2 + 3 5 ആണ്, താഴെ ഒരു 2 ഉണ്ട്, അപ്പോൾ 5/2 / 5/2. ഇവിടെയും സെയിമാ, രണ്ടും വെട്ടി പോലെ. അപ്പോൾ നമ്മുടെ ആൻസർ വരിക ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡ് 1 വരും. മോഡ് 1 എന്ന് പറഞ്ഞാൽ 1 ആ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു, അല്ല ഇങ്ങനെ ആലോചിച്ചാൽ മതി, ടാൻ തീറ്റ 1 ആകുന്നുണ്ടെങ്കിൽ ഈ തീറ്റ എന്തായിരിക്കും? തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെ സാർ മനസ്സിലായത്? എടാ നമ്മൾ പഠിച്ചതല്ലേ, ടാൻ 45-ലല്ലേ 1 കിട്ടുന്നത്. അപ്പോൾ തീറ്റ 45 ആണെങ്കിൽ 1 ആയിരിക്കും ആൻസർ കിട്ടുക. ടാൻ 45 1. അപ്പോൾ ഈ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 45. അപ്പോൾ ആ രണ്ട് ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഏതാ? 45. ഇത്ര സിമ്പിളാണ്, നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൂ. റെഡി? ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ.
അതായത് ഒരു ലൈനിൽ 2-3 ഫോം ഉണ്ട്. നിങ്ങൾ ആ ഫോമുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണിത്, പോയിന്റ് സ്ലോപ്പ് ഫോം. ഒരു ലൈനിലെ ഒരു പോയിന്റ് തന്നു x1, y1, അതിൻ്റെ സ്ലോപ്പ് എമ്മും തന്നു. അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? ആ ലൈനിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ നമ്മൾ എഴുതുക. എന്ത്? y മൈനസ് x1, y1 ആണ് ഗിവൺ പോയിന്റ്, എം ആണ് സ്ലോപ്പ്. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ഒന്നുകൂടി പറഞ്ഞേ, y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ഇവിടെ ഈ എക്സും വൈയും ഒന്നും കൊടുക്കണ്ട, എക്സിനും വൈക്കും പകരം ഒന്നും കൊടുക്കണ്ട. ഈ x1-ഉം y1-നും എമ്മിനും പകരം മാത്രം വാല്യൂസ് കൊടുക്കുക. അപ്പോൾ എക്സും വൈയോ അത് ലൈൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും, അതിനൊന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ ആണേ. ഇനി ഇതാ ചോദ്യം നോക്കി. ഇങ്ങനെയാണ് എക്സാമിന് ചോദ്യം ചോദിക്കുക. 5 ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് -4, 3 ആൻഡ് വിത്ത് സ്ലോപ്പ് 2. അതായത് ഒരു ലൈൻ ഇങ്ങനെ തന്നു, ആ ലൈന് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് -4, 3 ആണ്. ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് എം ഈസ് ഈക്വൽ ടു 2 ആണ്. എം ഈക്വൽ ടു 2. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പോയിന്റ് തന്നാൽ ഈ പോയിന്റിന് ഞാൻ x1, y1 എന്ന് കൊടുക്കും. പോയിന്റും കിട്ടി, സ്ലോപ്പും കിട്ടി. ഇക്വേഷൻ അല്ലേ ചോദ്യം? ഇക്വേഷൻ കണ്ടെത്താൻ നമ്മൾ പഠിച്ചത് എന്താ? ഇക്വേഷൻ ഓഫ് ലൈൻ എന്തായിരുന്നു? y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. സിമ്പിളാ. y മൈനസ് y1 എന്താടാ? y1 നോക്ക്, നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് 3 ഈക്വൽ ടു എം എന്താ? എം 2 ഇൻറ്റു എക്സിന് പകരം ഒന്നും കൊടുക്കണ്ട, x1-ന് പകരം കൊടുക്കേണ്ടത് -4. ഞാൻ പറഞ്ഞല്ലോ x1, y1, എം, അതിന് പകരം മാത്രം വാല്യൂസ് കൊടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നോക്കിയേ, y മൈനസ് 3 ഈക്വൽ ടു 2 ഇൻറ്റു ഇത് മൈനസും പ്ലസ് ആവും, അപ്പോൾ x പ്ലസ് 4. y മൈനസ് 3 ഈക്വൽ ടു ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഈ 2നെ നിങ്ങൾ ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു എക്സും വരും, 2 ഇൻറ്റു 4ഉം വരും. 2 ഇൻറ്റു എക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2x കിട്ടും. 2 ഇൻറ്റു 4 ചെയ്താൽ 2 ഇൻറ്റു പ്ലസ് 4 ചെയ്താൽ 8ഉം കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഈ ഭാഗത്തുള്ളതൊക്കെ എല്ലാം പിടിച്ച് ഇങ്ങോട്ടേക്ക് ഇടുക. അപ്പോൾ അതാ ഇവിടെ ഒരു 2x ഓൾറെഡി ഉണ്ട്. ഈ പ്ലസ് y ഇങ്ങോട്ട് വന്നാൽ -y ആകും. ഇവിടെ ഓൾറെഡി ഒരു +8 ഉണ്ട് റൈറ്റ് സൈഡിൽ. -3 ഇങ്ങോട്ട് വന്നാൽ +3 ആകും. അപ്പോൾ ഇവിടെ ഇനി ആരോ ബാക്കിയുണ്ടോ? ഇല്ല, 0. ഒന്നുകൂടി ഉഷാറാക്കി എഴുതിയാൽ 2x -y 8 + 3 എന്ന് പറഞ്ഞാലോ 11 ഈക്വൽ ടു ഇവിടെ 0 അല്ലേ ഉള്ളത്. ഇതാണ് ആ ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ലൈൻ്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് അവിടെ എന്തായാലും എക്സും വൈയും ഉള്ള ഒരു ടേം ഉണ്ടാവും. എക്സിലൊരു ടേമും വൈയിലുള്ളൊരു ടേം ഉണ്ടാവും. അതങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കാര്യം ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത കാര്യം നോക്കിക്കേ. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ഇമ്പോർട്ടൻ്റ് ആയുള്ള ലൈൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള വേറൊരു കാര്യം. നേരത്തെ പഠിച്ചത് പോയിന്റ് സ്ലോപ്പ് ഫോം, ഒരു പോയിന്റും സ്ലോപ്പും തന്നാൽ. ഇതെന്താ? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ എന്തൊക്കെ വേണ്ടി വരും? സ്ലോപ്പും വേണ്ടി വരും, ഇൻ്റർസെപ്റ്റും വേണ്ടി വരും. എന്താ സംഭവം എന്നുള്ളത് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. എടാ, നിങ്ങളുടെ കയ്യിൽ ഒരു ലൈൻ ഉണ്ട്. ഇത് നിങ്ങളുടെ x ആക്സിസ്, ഇത് നിങ്ങളുടെ y ആക്സിസ്. ഈ ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് y ആക്സിന് ഇങ്ങനെ ഏതോ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു. ആ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്പറൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ സി എന്ന് പറഞ്ഞാൽ 1, 2, 3 ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തു. ഞാൻ ജനറലി സി എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തു. ഈ ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഇല്ലേ, അതിനാണ് നമ്മൾ y ഇൻ്റർസെപ്റ്റ് ഓഫ് ദാറ്റ് ലൈൻ എന്ന് പറയാം. അതായത് നിങ്ങളുടെ ലൈന് y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ആ പോയിന്റിനാണ് y ഇൻ്റർസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ലൈനിൻ്റെ ഒരു സ്ലോപ്പ് ഉണ്ടാവും, അത് എം എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ y ഇൻ്റർസെപ്റ്റ് സി ആണ്, സ്ലോപ്പ് എമ്മും തന്നാൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്ക്, y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. നേരത്തത് എന്തായിരുന്നു? y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ഇപ്പോഴത്തത് എന്താണ്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എം എന്താ? ആ ലൈനിൻ്റെ സ്ലോപ്പ്. സി എന്താ? ആ ലൈനിൻ്റെ y ഇൻ്റർസെപ്റ്റ്, y ആക്സിനെ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ്. ക്ലിയർ? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇനി ഇതേപോലെ തന്നെ ആ ലൈൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ എക്സ് ആക്സിനെയും ടച്ച് ചെയ്തേക്കാം, അല്ലെങ്കിൽ y എക്സിന് പാരലായിട്ട് അത് പോകും. ഓക്കെ, എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ഡി. അപ്പോൾ ഈ ഡീനെ നമ്മൾ എന്താ പറയുക? വെറുതെ ഡി എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്തു, എക്സ് ഇൻ്റർസെപ്റ്റ് ഓഫ് ലൈൻ. ആ ലൈൻ്റെ സ്ലോപ്പ് എമ്മും ആണെങ്കിൽ നോക്കേ, എക്സ് ഇൻ്റർസെപ്റ്റ് ഡിയും ലൈൻ്റെ സ്ലോപ്പ് എമ്മും ആണെങ്കിൽ നിങ്ങളുടെ ആ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണെങ്കിൽ ഇവിടെ y ഈക്വൽ ടു എം ബ്രാക്കറ്റിൽ എക്സ് മൈനസ് ഡി, y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. ഇത് രണ്ടും പഠിച്ചിരിക്കണം. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഉണ്ട്, y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി ഉണ്ട്. സി y ഇൻ്റർസെപ്റ്റ് ആണ്, ഡി എക്സ് ഇൻ്റർസെപ്റ്റാണ്. ക്ലിയർ? അങ്ങനെയാണ് ഈ ഒരു ചോദ്യം നോക്ക്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ഗിവൺ ലൈൻ വിത്ത് y ഇൻ്റർസെപ്റ്റ്. y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ലെറ്ററാടാ? y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സി.
3 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സ്ലോപ്പ് എം എത്ര ആണെന്ന് തന്നിട്ടുണ്ട്, 2 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടെത്തുക? വൈ ഇൻ്റർസെപ്റ്റും അതേപോലെ സ്ലോപ്പുമാണ് തന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? y = mx + c. എന്ത് ഈസിയാ നോക്ക്. എക്സിനും വൈക്കും പകരം ഒന്നും കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. y = m എന്ന് പറഞ്ഞാൽ 2 അപ്പോൾ 2x + c എത്ര നോക്ക്? 3. കഴിഞ്ഞു. ഈ പ്ലസ് വൈനെ വേണേൽ അങ്ങോട്ടേക്ക് എടുത്തോ. അപ്പോൾ 0 = 2x + y അങ്ങോട്ട് പോയാൽ -y. ഇവിടെ ഒരു നമ്പർ കൂടി ഇല്ലേ? ഇതെന്താ +3 - y എന്ന് എഴുതാത്തത്? ആദ്യം എക്സ് ഉള്ള ടേം, പിന്നെ വൈ ഉള്ള ടേം, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ്. എപ്പോഴും ഒരു ലൈൻ്റെ ഇക്വേഷൻ അങ്ങനെ എഴുതുന്നതാണ് നല്ലത്. അങ്ങനെയാണ് നോക്ക്. 2x - y + 3 = 0. ഇതായിരിക്കും ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. എന്ത് സിമ്പിളാണ് നോക്ക് നിങ്ങൾ. വെരി ഈസി. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു നോക്കുക. ഇപ്പം നമ്മൾ ലൈൻ്റെ ഇക്വേഷൻ കാണാനുള്ള 2 ഫോം പഠിച്ചിട്ടുണ്ട്. 2 ഇമ്പോർട്ടൻ്റ് ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഐഡിയ ക്ലിയർ ആണ്. അടുത്തത് ഈ ചാപ്റ്ററിലെ ഒരു ലാസ്റ്റ് ടോപ്പിക് എന്നുള്ള പോലെയുള്ള ഒരു സംഭവമാണ് നമ്മുടെ കയ്യിൽ. ഇപ്പം ഞാൻ എഴുതിയ ലൈൻ്റെ ഇക്വേഷൻ ഒക്കെ നോക്ക്. എക്സ് ഉള്ള ടേം, വൈ ഉള്ള ടേം, കോൺസ്റ്റൻറ്റ്. ഇവിടെ നേരത്തതും എക്സ് ഉള്ള ടേം, വൈ ഉള്ള ടേം, ഒരു കോൺസ്റ്റൻറ്റ്. അതായത് ഒരു ചുരുക്കി പറഞ്ഞാൽ എക്സ് വൈ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ് വരുന്നത്. ഇത് ഞാൻ ജനറലി ഉണ്ടല്ലോ ഒരു ലൈൻ്റെ ഇക്വേഷൻ ഏത് ലൈനാകട്ടെ എക്സ് ഉള്ള ടേം, വൈ ഉള്ള ടേം, കോൺസ്റ്റൻറ്റ് അങ്ങനെ എഴുതുന്നതെന്ന് വിചാരിച്ചു. അതായത് ax + by + c. ഇതാണ് ആ ലൈൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ആണോ എക്സ് ഉള്ള ടേം, വൈ ഉള്ള ടേം, കോൺസ്റ്റൻറ്റ് അങ്ങനെ വരിക. ax + by + c = 0. ഓക്കെ. അപ്പോൾ ഒരു ലൈൻ ax + by + c = 0 എന്ന് പറയുന്ന ഒരു ലൈൻ, ഈ ലൈനിലേക്ക് x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നുള്ള കുത്തനെയുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചു എന്ന് വിചാരിച്ചു. ഈ ലൈനിലേക്ക് x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അല്ലെ 1 3 5 6 ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതെങ്ങനെയാണ് കാണുക? വെരി സിമ്പിൾ. നോക്ക്. ആ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് x1 + by1 + c. എയും ബിയും സി ഒക്കെ ഇവിടെ തന്നിട്ടുണ്ടാവും. ഇവിടെയുള്ള ഈ എക്സിനും വൈക്കും പകരം ആരെ കൊടുക്കുക? ഈ x1ഉം y1ഉം കൊടുക്കുക. ഓക്കെ. എന്നിട്ട് അതിൻ്റെ മോഡുലസ് കാണുക. കണ്ടു. ബൈ √a² + b². എക്സിൻ്റെ മുമ്പിലുള്ള ആളാണ് എ, വൈയുടെ മുമ്പിലുള്ള ആളാണ് ബി. അത് രണ്ടിൻ്റെയും സ്ക്വയേഴ്സ് എടുക്കുക, സം എടുക്കുക, റൂട്ട് എടുക്കുക. എത്ര ഈസിയാ നോക്ക്. വെരി സിമ്പിൾ. എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ d = മോഡുലസ് ഓഫ് x1 + by1 + c ഡിവൈഡഡ് ബൈ √a² + b². ഓക്കെ. അങ്ങനെയാണ് ഈ ഒരു ചോദ്യം നോക്ക്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ ലൈൻ. എടാ എന്ത് ഈസിയാ നോക്ക്. ആ ലൈനും തന്നിട്ടുണ്ട്, ആ പോയിന്റും തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ലൈൻ ഇത് എഴുതി. പോയിന്റ് ആയിട്ട് എഴുതുന്നത് -3 5. ഓക്കെ. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആ ലൈൻ്റെ ഇക്വേഷൻ 3x - 4y + 26 = 0. ഇതാണ് നിങ്ങളുടെ x1 y1 എന്ന് പറഞ്ഞ് ആ തന്നിട്ടുള്ള പോയിന്റ്. എടാ ഈ 2 കാര്യങ്ങൾ കിട്ടിയാൽ d = എന്താണ് നമ്മൾ എഴുതുക? ax1 + by1 + c ഡിവൈഡഡ് ബൈ √a² + b². നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ സംഭവം അങ്ങനെ തന്നെ എഴുതുക. 3 എക്സിന് പകരം ഈ x1 കൊടുക്കുക. അപ്പോൾ അത് എക്സിന് പകരം x1 കൊടുത്താൽ -3. പിന്നെ ഇവിടെ +by1 എന്നല്ലേ, അപ്പോൾ +b എന്ന് എഴുതണോ? വേണ്ട. ആക്ച്വലി ഇവിടെ b എന്ന് പറയുന്നത് -4. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഇക്വേഷൻ അത് അങ്ങനെ തന്നെ. അപ്പോൾ അതാ -4 വൈക്ക് പകരം y1 കൊടുത്താൽ മതി. ഓക്കെ. അല്ലാതെ ഇവിടെ പ്ലസ് ആണല്ലോ, ഇവിടെ മൈനസ് അല്ലേ വന്നത്, അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താണോ അത് അങ്ങനെ തന്നെ എഴുതുക. +26 എന്നിട്ട് എക്സ് ഉള്ളടുത്ത് ഈ x1ഉം y ഉള്ളടുത്ത് ഈ y1ഉം കൊടുക്കുക. ഓക്കെ ആണ്. ഇതിൻ്റെ മോഡുലസ് ഡിവൈഡഡ് ബൈ √a² + b². ഇവിടെ നോക്ക്. ഈ 3 ആണ് ആക്ച്വലി ഇവിടുത്തെ എ. 3 ആണ് ആക്ച്വലി ഇവിടുത്തെ എ ആൻഡ് b = -4. നിങ്ങൾ അവിടെ അങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. പ്ലസ് ബിക്ക് പകരം -4 കൊടുത്തു, അതിലും തെറ്റില്ല, ഒക്കെ കറക്റ്റാണ്. അങ്ങനെയാണ് നോക്ക്. a² 3² + b² -4ൻ്റെ സ്ക്വയർ അത് രണ്ടും കൊടുത്തു. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 × -3 -9, 4 × 5 20. അപ്പം മൈനസ് ഉള്ളത് കൊണ്ട് -20 + 26 എന്ന് വരും. ഡിവൈഡഡ് ബൈ മോഡ് കൊടുക്കണേ ഇതിന്. ഡിവൈഡഡ് ബൈ 3² 9 -4² 16. അപ്പോൾ √9 + 16 എന്ന് വരും, അതായത് 25. ഒന്നുകൂടി അടിപൊളിയാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ -9 -20 -29 കിട്ടും. -29 + 26 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് √25 കിട്ടും. സിംപ്ലിഫൈ ചെയ്തോ. -29 + 26 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -3. -3യുടെ മോഡ് എടുക്കുക. ഡിവൈഡഡ് ബൈ 25ൻ്റെ √5. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? -3ൻ്റെ മോഡ് 3 താഴെ 5. അപ്പോൾ ആ പോയിന്റ് മുതൽ ഈ ലൈന് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും?
3/5 യൂണിറ്റ് ആയിരിക്കും. ക്ലിയർ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഐ തിങ്ക് ഒരു 20 മിനിറ്റിൽ ചുവടെയായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ പഠിക്കുക. ഈ ക്ലാസ്സിൻ്റെ നോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ നോട്ട് കിട്ടുന്നതായിരിക്കും.